ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ അടുത്ത് ആരോ ഒരാൾ കമൻറ്റിൽ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ലൈക്ക് പീരീഡ് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമോ, അങ്ങനത്തെ ഒരു ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കങ്ങനെ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റ് ഒന്നുമില്ല. അപ്പോൾ കറൻ്റ്ലി എനിക്ക് പീരീഡ്സ് ആണ്, ഇന്നായതാണ് കേട്ടോ, ഇന്ന് സ്കൂളിൽ വെച്ചിട്ടാണ് പീരീഡ്സ് ആയത്. അപ്പോൾ അയ്യോ ക്ലാസ്സിൽ എങ്ങനെ ഇരുന്നു എന്നുള്ളത് എനിക്ക് മാത്രമേ അറിയുള്ളൂ. കാരണം എനിക്ക് പീരീഡ്സിൻ്റെ ടൈമിൽ അങ്ങനെ പെയിനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാറില്ല. അതായത് കുറച്ച് നാളുകളായുള്ളൂ എനിക്ക് ഈ പെയിനും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ട്. ഞാൻ സ്കൂളിൽ മറ്റോ 8, 9, 10 ആ ഒരു ടൈമിലൊന്നും എനിക്ക് പെയിനൊന്നുമില്ല. പീരീഡ്സിന് വയറുവേദനയോ നടുവേദനയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് പീരീഡ്സ് വരുന്നു, ആ പോകുന്നു, സുഖമായിരുന്നു. അങ്ങനെ എനിക്ക് അതിന് മാത്രം ബുദ്ധിമുട്ടുകളൊന്നുമില്ല. എൻ്റെ ക്ലാസ്സിലേക്ക് പിള്ളേർ കിടന്ന് കാറി പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഈ പെയിൻ വന്നിട്ട്. അപ്പോൾ ഞാൻ ആലോചിക്കട്ടെ ഇത്രയൊക്കെ വേദന വരുമോ എന്നൊക്കെ ആലോചിക്കാറുണ്ട്. പക്ഷെ ഇപ്പോൾ എനിക്ക് കുറച്ച് നാളുകളായിട്ട് പെയിൻ ഉണ്ട്. അതായത് കഴിഞ്ഞ പീരീഡ്സിന് എനിക്ക് വയറുവേദന ഇല്ലെങ്കിൽ ഇനി വരുന്ന പീരീഡ്സിന് എനിക്ക് വയറുവേദന നടുവേദന ഉണ്ടാവും. അതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. ക്ലാസ്സിലിരുന്നപ്പോൾ ഞാൻ ബുദ്ധിമുട്ടിയിട്ടായിരുന്നു. എനിക്ക് കുറച്ച് ലാഗായിട്ടുണ്ടായിരുന്നു പീരീഡ്സ് ആവാൻ. എനിക്കറിയില്ല അതെന്തുകൊണ്ടാണെന്നുള്ളത്. എനിക്ക് ഓർമ്മയില്ല എൻ്റെ ലാസ്റ്റ് പീരീഡ്സ് എന്നായിരുന്നു എന്നുള്ളത്, ഞാൻ ഓർക്കുന്നില്ല. അതായിരുന്നു എൻ്റെ ഇഷ്യൂ. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. തൈറോയിഡിൻ്റെ വലിയ ഇഷ്യൂ ആണോ, കാരണം എനിക്ക് ഇവിടെയൊക്കെ അത്യാവശ്യം ചാടുന്നുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ ഓർത്തു ഫാറ്റ് കുറച്ച് വണ്ണം വെച്ചതിൻ്റെ ആയിരിക്കാം എന്ന് ആലോചിച്ചിരുന്നു. പിന്നെ തൈറോയിഡ് ആണോ എന്ന് ചിന്തിച്ചു തുടങ്ങി. കാരണം പറയാൻ പറ്റില്ലല്ലോ, ടോട്ടലി നമുക്ക് ചേഞ്ചസ് വരുമ്പോൾ നമുക്കൊന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ പിന്നെ പീരീഡ്സും ആവുന്നില്ല, നല്ലോണം ലാഗ് ആവുന്നുണ്ട് എൻ്റെ പീരീഡ്സിന്. അപ്പോൾ പിന്നെ ഞാൻ ഈ ഇടയ്ക്കൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ വീഡിയോയിലോ മറ്റേ എനിക്ക് ബ്ലഡിൻ്റെ ഇത് കുറഞ്ഞു പോകുന്നതും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നും പീരീഡ്സിൻ്റെ ലക്ഷണങ്ങളിലായിട്ടാണ് അത് കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇനി അത് വലിയ ആണോ എന്നൊക്കെ എനിക്ക് സംശയം തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി പീരീഡ്സ് ആയപ്പോൾ ഒരു ഹാപ്പി ആയി, കാരണം ഇഷ്യൂ ഒന്നും ഇല്ലയെന്ന് തോന്നുന്നു. അപ്പോൾ ഇനി ഒരു മൂഡും ഇല്ലാണ്ട് ഞാൻ ഇരിക്കുകയായിരുന്നു ഇത്ര നേരം. ഒരു സിനിമ കണ്ടു, കുറച്ച് നേരം കയറി കിടന്നു. ഇനി എനിക്ക് വർക്ക് ചെയ്യാനുണ്ട്. 8 മണിയായി. ഞാൻ ഫുഡ് ഉണ്ടാക്കിയിട്ടില്ല, ചിക്കൻ വെള്ളത്തിലെടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇനി നേരെ അത് ഫ്രിഡ്ജിലേക്ക് ഞാൻ കയറ്റും, കാരണം എനിക്കിനി പറ്റില്ല ഉണ്ടാക്കാനായിട്ട്. അറിയാലോ, ഒരു മൂഡില്ല. ഇപ്പോൾ വീട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ വീട്ടുകാരുണ്ടാവും, ഇവിടെ ഇപ്പോൾ ആരും ഇല്ലല്ലോ. അപ്പോൾ നന്ദു ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഭയങ്കര എന്താ പറയുക, തന്നെ ഒരു ഫീലാണ് എനിക്ക്. ആരും ഇല്ല. ഇപ്പം അവനുണ്ടായിരുന്നെങ്കിൽ സുഖമായിരുന്നു. അവൻ ഒരാൾ കൂടെയുള്ളപ്പം വേറൊരു എന്താ പറയുക, മിണ്ടാനെങ്കിലും നമുക്കൊരാളുണ്ട്. ഇപ്പം ആരും ഇല്ലാത്തപ്പോൾ നമുക്ക് ഭയങ്കര പാടാണ്. അപ്പോൾ അവൻ 2 ദിവസം കഴിയുമ്പോൾ വരും, എന്നാൽ പറഞ്ഞതാണ്. അപ്പോൾ എനിവേ എനിക്ക് കുറച്ച് പാഴ്സൽ വന്നിട്ടുണ്ടായിരുന്നു, ഞാൻ നാട്ടിൽ കൊണ്ടുപോകുന്നത്. അതിൻ്റെ വ്ലോഗ് ഇപ്പം നിങ്ങൾ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും കാണും. കാരണം നാട്ടിൽ പോകാനായിട്ട് 1 മാസം എടുത്തേ ഉള്ളൂ ഇനി. അപ്പോൾ അതിനുള്ളിൽ ഞാൻ ആ വ്ലോഗ് ഇടും, അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. എനിവേ അപ്പോൾ അതൊക്കെ കുറച്ച് ക്ലീൻ ചെയ്യാനും കുറച്ചൊക്കെ എടുത്ത് വെക്കാനും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. സോ ഐ തോട്ട് ഓഫ് ഷോയിങ് മൈ പാഡ്. ഞാൻ യൂസ് ചെയ്യുന്ന പാഡ് കാണിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ഇപ്പോൾ ഇവിടെ ഉണ്ടാവും, യെസ് ഉണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് സോഫി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡാണ്. ഇത് ഓൾറെഡി ഞാൻ കാണിച്ചിട്ടുണ്ട്, മറ്റേ ടോയ്ലറ്റ് പേപ്പറിൻ്റെയോ അങ്ങനെ എന്തോ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് എന്തായാലും എനിക്ക് ഓപ്പൺ ചെയ്യണം. ഇപ്പോൾ അതുകൊണ്ട് ഞാൻ ഓപ്പൺ ചെയ്ത്. ലൈക്ക് ഭയങ്കര തിന്നായിട്ടില്ല കേട്ടോ. ഇന്നെനിക്ക് ഫസ്റ്റ് ഡേ കൂടിയാണ്, എന്നാലും ഇത് അത്യാവശ്യം എനിക്ക് ലാസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓരോ ആൾക്കാരുടെ ബ്ലഡിൻ്റെ ഇത് ഡിഫറെൻ്റ് ആയിരിക്കും, പക്ഷേ എനിക്ക് മാക്സിമം ഓക്കെ. എനിക്ക് അങ്ങനെ ബ്ലഡിൻ്റെ ഒന്നും പറയാറില്ല കേട്ടോ. ഭയങ്കര ഹെവി ഫ്ലോ ആണോ അല്ലെങ്കിൽ ലൈറ്റ് ആയിട്ടാണോ അങ്ങനെയൊന്നും എനിക്ക് പറയാൻ അറിഞ്ഞൂടാ. സോ എനിക്ക് എന്താണല്ലോ ഇത് ഓക്കെയാണ്. അപ്പം എനിവേ ഞാൻ ഒന്ന് മൂത്രമൊക്കെ ഒഴിച്ചിട്ട് സാധനമൊക്കെ ഒന്ന് സെറ്റാക്കട്ടെ. ലൈക്ക് അതായത് സാധനം എന്ന് ഉദ്ദേശിച്ചത് കാരണം തുണിയുണ്ട് മടക്കി വയ്ക്കാനായിട്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് മടക്കി വെക്കട്ടെ കേട്ടോ, എന്നിട്ട് റൂമിൽ പോയിട്ട് കാണാം. അപ്പോൾ ഗൈസ് എന്താ പറയുക, ഞാൻ വീട്ടിൽ വിളിച്ചു ഇപ്പം കുറച്ച് നേരം. കാരണം അതൊരു ബൈ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൽ അവർ വിളിച്ചാട്ടോ. ഞാൻ വിളിക്കുമായിരുന്നു ഇത്രയും നേരം, അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ അവരെടുത്ത് ഞാൻ മെസ്സേജ് അയച്ചത് അപ്പോഴാണ് സെൻഡ് ആവുന്നത്. ഇക്കാക്കക്ക് ഞങ്ങൾക്കൊരു പേഴ്സണൽ ഗ്രൂപ്പുണ്ട്, അതിനകത്ത് ഞാനും ഉമ്മച്ചി വാപ്പച്ചിയും ഇക്കാക്കായും നിസാമും ഉള്ളൂ. നിസാമ അനിയനാണ്, ഇത്ര പേരേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് പോയൊരു മെസ്സേജ് ഇച്ചിരി ലേറ്റ് ആയിട്ട് അവർക്ക് കിട്ടുന്നത്. അതുകൊണ്ട് അവർ വിളിച്ചതാണ്, ഒന്നോടെ വിളിക്കാൻ പറഞ്ഞോന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് അവർ വിളിച്ചപ്പോൾ പിന്നെ എടുത്ത് സംസാരിക്കുകയായിരുന്നു. അപ്പോൾ ഇനി തുണിയെല്ലാം മടക്കി ഞാൻ കൊണ്ടേ വെക്കുന്നേ ഉള്ളൂ. അപ്പോൾ മടക്കി കയറ്റുന്നില്ല, എനിക്ക് കുറച്ചുകൂടി ഒന്ന് സെറ്റാക്കാണ്ടിരുന്ന ഞാൻ പണിയെടുത്ത് മരിക്കാമെന്ന് തീരുമാനിച്ചു. വിച്ച് മീൻസ് പണിയെടുക്കാം, കുറച്ചൊന്ന് എന്ത് തീരുമാനിച്ചു. അതിലേക്ക് കിടക്കാം. നാളെ ബാക്കി കാര്യങ്ങൾ ചെയ്യാം. തുണി അലക്കാനുള്ളതൊക്കെ നാളെ ഇടാം. അപ്പോൾ ഞാനിതൊന്ന് വേഗം സെറ്റാക്കിയിട്ട് കൊണ്ടോട്ടെ കേട്ടോ.
ഗൈസ് ഏകദേശം ഇതൊക്കെയാണ് എൻ്റെ റൂമിൻ്റെ സിറ്റുവേഷൻ. കുറേ പാഴ്സൽ വന്നത് പൊട്ടിച്ചു, അതെല്ലാം ഈ ഓരോ സൈഡിൽ കൂടെ വെച്ചു, പെട്ടി ഒരിടത്ത്, അങ്ങനെ ഏറ്റവും കുളമായിട്ടാണ് കിടക്കുന്നത്. അപ്പം ഞാൻ ആദ്യം അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യട്ടെ. അത് ഞാൻ എടുക്കുന്നില്ല, അതായത് ഈ വീഡിയോയിനകത്ത് കാണിക്കുന്നില്ല. അതെനിക്ക് പാക്കിംഗ് വീഡിയോയിനകത്ത് കാണിക്കാനുള്ളതായതുകൊണ്ട് അത് നമുക്ക് അന്നേരം കാണാം. അപ്പോൾ ഇനി ഞാൻ അതൊന്ന് അറേഞ്ച് ചെയ്ത ശേഷം ബാക്കിയെല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് കാണാം. ഇല്ലെങ്കിൽ സമയം പോകും വീഡിയോയും കൂടെ എടുക്കാനായിട്ട് നിൽക്കുമ്പോൾ. അപ്പം ഞാൻ വീടൊന്ന് വേഗം ഈ കിടക്കുന്നതെല്ലാം ഒന്ന് ക്ലീൻ ആക്കട്ടെ. ഹേ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. യെസ്, അപ്പോൾ ഇപ്പോൾ ഞാൻ സ്കൂളിൽ നിന്ന് വന്നുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഒരു വീഡിയോയുടെ കൂടെ ഒരുമിച്ചായിരിക്കും ആഡ് ചെയ്ത് യൂട്യൂബിൽ ഇടുന്നത്. സോ ഇന്നെൻ്റെ ഒരു ഈവനിങ് വ്ലോഗായിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത്. ഞാൻ ചത്തും അടുത്താണ് സ്കൂളിൽ നിന്ന്. ശരിക്കും എനിക്ക് ഇത്ര വണ്ണമൊന്നുമില്ല കേട്ടോ. ഞാൻ 2 ജാക്കറ്റ് ഇട്ടിട്ടുണ്ട് തണുപ്പ് കാരണം. രാവിലെ കാരണം സ്കൂളിലിരിക്കുമ്പോൾ തണുക്കും. അപ്പോൾ ഈ ജാക്കറ്റ് എടുത്തിടുമ്പോൾ ഭയങ്കര ചൂടാവും. അപ്പോൾ ഇടാണ്ടിരിക്കാനും പാടാണ്. അതുകൊണ്ട് ഞാൻ വേറൊരു ജാക്കറ്റ് പുതിയത് വാങ്ങിച്ച് ഇതുണ്ടാവും. ഈ സാധനം വാങ്ങിച്ചതാകുമ്പോൾ നല്ല സുഖമാണ്. നല്ല എന്താ പറയുക, നല്ലൊരു സുഖമുള്ള ജാക്കറ്റായത്. അത് വാങ്ങിച്ച് ഗൈസ്. അപ്പോൾ ഇനി നമുക്ക് കുറേ പണികളുണ്ട്. അപ്പോൾ ആരോ ഞാൻ കമൻറ്റ് സെക്ഷനിൽ കണ്ടിട്ടുണ്ടായിരുന്നു, ടിക്കറ്റ് എടുത്തായിരുന്നു, ടിക്കറ്റിന് എത്രയായിരുന്നു കൊണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ടിക്കറ്റിന് ഇവിടുത്തെ 1100 സംതിങ് എത്ര, ഏകദേശം നാട്ടിൽ 1 to 110 അതിൻ്റെ ഉള്ളിലെങ്ങാണ്ടാണ്. കറക്റ്റ് എനിക്കറിയില്ല, എന്നാലും ഏകദേശം ഒരു പൈസയാണ്, ലക്ഷം കേട്ടോ. അപ്പം അത്ര പൈസ ആയിട്ടുണ്ട്. അപ്പോൾ നാട്ടിലേക്ക് വരാൻ സമയമായിക്കൊണ്ടിരിക്കുകയാണ്. ഞാനത് ഇപ്പോൾ ഓർത്തു കേട്ടോ, ഇവിടെ പെട്ടിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഓർത്തു. പിന്നെ അതിൻ്റെ പാക്കിംഗ് വ്ലോഗ് വരുന്നുണ്ട്, ഷോപ്പിംഗ് വ്ലോഗ് വരുന്നുണ്ട്, അങ്ങനെ കുറേ വരുന്നുണ്ട്. ഞാൻ എന്തൊക്കെ വാങ്ങിച്ചു എന്നൊക്കെ കാണിച്ചു തരാം. കാരണം മേ ബി നാട്ടിൽ പോയി പെട്ടിയെല്ലാം വേഗം പൊട്ടിച്ച് കഴിയുമ്പോഴത്തേക്ക് എനിക്കിതൊന്നും കാണിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പം ഞാനിത് എന്തൊക്കെ കാണിച്ചു എന്നൊക്കെ ഉള്ളത്, പക്ഷെ എന്തൊക്കെ വാങ്ങിച്ചു എന്നുള്ളത് ഞാൻ മേ ബി കാണിക്കും, ഉറപ്പില്ല എൻ്റെ കാര്യമായതുകൊണ്ട്. പിന്നെ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കിടക്കാം. ഞാൻ ഇന്നലെ പപ്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി 2 പപ്സ് ഇരിപ്പുണ്ട്. ബാക്കി ഞാൻ കഴിച്ചു, 8 ഉണ്ടാക്കിയില്ല. ഇന്നലെ കഴിച്ചു 4 കണ്ട്, ഇന്ന് 2 കണ്ട് കഴിച്ചു എന്ന് തോന്നുന്നു, ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല. പിന്നെ 2 പപ്സ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ പപ്സ് കഴിക്കണം. രാവിലെ ഞാൻ നോക്കിയപ്പോൾ 2 ഉണ്ടായിരുന്നു, എക്സ്ട്രാ 3 ഉണ്ടായിരുന്നു. അതിൽ 1 ഞാൻ കഴിച്ചു രാവിലെ. അങ്ങനെയാണ്. ഓക്കെ, പിന്നെ പപ്സ് കഴിക്കണം. അത് കഴിഞ്ഞ് നമുക്ക് ഒന്ന് ക്ലീൻ ചെയ്യണം. ഷഡേ പടയെന്ന് പറഞ്ഞിട്ട് കിച്ചൺ കുറച്ച് ക്ലീൻ ചെയ്യാനുണ്ട്, ഹോളുണ്ട്, ഇവിടെ ഉണ്ട്. ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക. എന്നിട്ട് പോയി വേഗം ഒരു അടിപൊളി കുളി ഒന്ന് പാസ്സാക്കണം. യെസ്, കുളിക്കാൻ പോവുകയാണ്. അപ്പോൾ ആൻഡ് നമുക്ക് പപ്സ് കഴിക്കുന്നതിന് മുന്നേ ഈ ആഭരണങ്ങളൊക്കെ ഒന്ന് ഊരിക്കളയാം. ഷൂ ഒക്കെ കണ്ടാൽ എനിക്ക് പറ്റില്ല. ഷൂ സാധാരണ ഞാൻ വെളിയിൽ ഊരാറില്ല, പക്ഷേ എനിക്ക് ജാക്കറ്റൊക്കെ ഇട്ട് ഉള്ളിലേക്ക് വന്നാലേ ഒരു സുഖമുള്ളൂ. അപ്പോൾ ഷൂ ഊരി കഴിഞ്ഞപ്പോൾ എത്ര പൊക്കം കുറഞ്ഞു നോക്ക്, അല്ലെങ്കിൽ ഇങ്ങനെ. ഓക്കെ ഗൈസ്, അപ്പോൾ ഷൂ ഒക്കെ ഇവിടെ ഇടും. കാരണം ഇത് നാളെ ഇവിടെ നിന്ന് ഇട്ടിട്ടു. ഇല്ലെങ്കിൽ ഞാൻ ക്ലീൻ ചെയ്യുമ്പോൾ മാറ്റി കിട്ടും. അപ്പോൾ ഞാൻ പോയി വേഗം പപ്സ് എടുക്കട്ടെ, കഴിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് കാണാം. ഡ്രസ്സും വേഗം ചേഞ്ച് ചെയ്യും. ഇതിൻ്റെ അടിയിൽ ഞാൻ ഓൾറെഡി ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ മുകളിലാണ് ഇട്ടിട്ട് പോയിരിക്കുന്നത്. 2 ഡ്രസ്സ് ഉള്ളത് കണ്ടു. ഇതൊരുടുപ്പ്. ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ തെർമലോടെ ഇടും. തെർമൽ ഇട്ടിട്ടില്ല. അപ്പോൾ ഇതും ചേഞ്ച് ചെയ്യണം. പാൻറ്റിൻ്റെ അടിയിലുണ്ട് ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ട്. തെർമൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ ഷോർട്സ് ഉണ്ട്. കണ്ടോ, 3 ഡ്രസ്സ് ഇട്ടിട്ടാണ് ഞാൻ പോകുന്നത്. ഏകദേശം തണുപ്പ് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളൂ. ഞാൻ ഡ്രസ്സ് ആദ്യം ചേഞ്ച് ചെയ്യട്ടെ കേട്ടോ. സോ ഗൈസ്, യെസ്, ഡ്രസ്സ് അങ്ങനെ ചേഞ്ച് ചെയ്തു. ജസ്റ്റ് അത് ഊരിക്കളഞ്ഞു, അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി ഞാൻ പോയി പപ്സ് കഴിക്കാം. നമുക്ക് ഒരുമിച്ച് പോവാം. യെസ്, പപ്സ് ചെയ്യാൻ പറ്റും. ഇത് പുതിയൊരു മാലയാണ്, ഞാൻ ഷീനിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. സ്കൂളിൽ പോകുമ്പോൾ ഞാൻ ഇട്ടിട്ടു. അപ്പോൾ അത് ഞാൻ ഡെയിലി ഇടാറുണ്ട് കേട്ടോ. ഞാൻ മൂക്കിലെ സാധനം ഉള്ളിലേക്ക് കയറ്റിച്ചു. കാരണം സ്കൂളിലിരിക്കുമ്പോൾ ഒരു വട്ടാണ്, ലൈക്ക് ഈ സാധനത്തിൽ പിടിച്ച് പണിതുകൊണ്ടിരിക്കുക, ഒരു പ്രാന്താണ് എനിക്ക്. അപ്പം കയറ്റും, ഇറക്കും, പിന്നെ ഉള്ളിലേക്ക് പിന്നെ ഇറക്കും. അപ്പോൾ ലാസ്റ്റ് ഇങ്ങനെ ഉള്ളിലായിപ്പോൾ അത്. ആദ്യം ടോയ്ലറ്റിൽ വന്നെല്ലാം ഓക്കെ അല്ലേ എന്നൊന്ന് നോക്കി. കാരണം ഇവിടെ ഇടയ്ക്ക് ഇവിടുത്തെ ഓണർ വരും, എൻ്റെ പുള്ളിക്കാരി പറയാണ്ട് വരും. അപ്പോൾ ക്ലീൻ അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവും പുള്ളിക്കാരി വന്നു എന്നുള്ളത് മനസ്സിലാവും. അതുകൊണ്ട് ജസ്റ്റ് നോക്കാൻ വന്നത്. കാരണം പറയാണ്ട് വരുന്ന പറഞ്ഞുകൊണ്ടല്ല കേട്ടോ, എനിക്കറിയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇനി എന്താണെങ്കിലും പപ്സ് എടുത്ത് അപ്പഴേ കഴിക്കണം. നല്ലോണം വിശക്കുന്നുണ്ട്. പപ്സ് കാണിച്ചു തന്നിട്ട് ഞാൻ പോയേ. കാരണം കഴിക്കുന്ന ടൈമിൽ ഞാൻ എന്തെങ്കിലും കണ്ണുണ്ടോ കഴിക്കുള്ളൂ. കാണാണ്ട് കഴിച്ചാൽ എനിക്ക് ഇറങ്ങില്ല, എൻ്റെ വായിന്ന് ഉള്ളിലേക്ക് ഇറങ്ങില്ല. ഒരു പപ്സ് നല്ല ക്രിസ്പി പപ്സ് ആട്ടോ. ഞാൻ അതിൻ്റെ അകത്ത് തന്നെ വെച്ചേക്കായിരുന്നു, ഓവനിൽ തന്നെ എടുത്ത് പപ്സ്. അപ്പം ഞാൻ എൻ്റെ 2 പപ്സുകളെ കഴിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക്
സോ ഗൈസ്, അപ്പോൾ നമ്മുടെ തീറ്റം കൂടിയൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ പോകുന്നത് ടോയ്ലറ്റിലേക്കാണ്. ടോയ്ലറ്റിൽ കൊണ്ടുപോയി ഒരു സാധനം വെക്കാനുണ്ട്. ഞാനും നന്ദു ഇന്നാള് കട പോയപ്പോൾ വാങ്ങിച്ചാട്ടോ. ഇതുവരെ വെച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് വയ്യായിരുന്നു, പീരീഡ്സ് ആയതുകൊണ്ട് മൊത്തം എൻ്റെ മൈൻഡ് ഡൗൺ ആയിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ സാധനം കൊണ്ടുവയ്ക്കാം എന്ന് വെച്ച്. നല്ല വെട്ടമല്ല, ഞാൻ ജനൽ തുറന്നിട്ടേക്ക്. ഇതാട്ടോ ഞങ്ങളുടെ ടോയ്ലറ്റ്. നല്ല വലിയ ടോയ്ലറ്റാണ്, കണ്ടോ? അത്രയും ഒരു വലിയ റൂമിൻ്റെ. എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മച്ചി വാപ്പച്ചിയൊക്കെ കിടന്നുകൊണ്ടിരുന്ന മുറിയുണ്ട്. ആ അത്രയും വലിയ മുറി പറയുന്നത്, അത്ര വലിയ മുറി, അത്രയും വലുതാണ് സംഭവം. അപ്പോൾ ഞാൻ ഫോൺ ഇവിടെ എവിടെയെങ്കിലും വെച്ചിട്ട് ഞാൻ പോയി സാധനം സെറ്റ് ചെയ്യാം. ഐ തിങ്ക് ഇറ്റ്സ് ഓക്കെ, കാരണം സ്മെല്ലൊക്കെ വരുന്നുണ്ട്. എനിക്കറിയില്ല കറക്റ്റായിട്ട് വെക്കാൻ. അപ്പം ഞാനിത് ഒന്ന് വിൻഡോ കുറച്ചൊന്ന് നമുക്ക് നീക്കിയിടാം, നമുക്ക് മാറ്റി വെക്കാം. നല്ല രസമല്ലേ? ഇതാണ് ഞങ്ങളുടെ ടോയ്ലറ്റിൻ്റെ വെളിയിൽ നിന്നുള്ള കാഴ്ച കേട്ടോ. റൂം ടൂറും ഹോം ടൂറൊക്കെ ചെയ്യാം കേട്ടോ. ഉടനെ എന്താണെങ്കിലും ചെയ്യാം, കാരണം എൻ്റെ വീടൊന്ന് ഒന്ന് വൃത്തിയാക്കട്ടെ. അതിനുശേഷം ഞാൻ മൊത്തത്തിൽ ആഡ് ചെയ്യാം, കാരണം വൃത്തിയല്ല ഒട്ടും. അപ്പം അതുകൊണ്ടാണ് ഇതൊന്നും ചെയ്യാത്തത്. പിന്നെ ഒരാൾ എടുത്ത് തരാനും വേണം. അപ്പം നന്ദു വരുമ്പോൾ ചെയ്യാം. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ടോയ്ലറ്റിൻ്റെ വെളിയിൽ നിന്നുള്ള ചിലപ്പോൾ ഞങ്ങളുടെ ഗാർഡനാണ്. കാരണം ഇതാ കുഞ്ഞു കുഞ്ഞു പൂക്കളൊക്കെ മുളച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് വിൻ്റർ അവസാനിച്ചു എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണമാണ് പൂക്കൾ മുളച്ചു തുടങ്ങുന്നത്. അപ്പോൾ ഇനി സന്തോഷം. ഇവിടെ സമ്മറിൽ ഞാൻ ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് പിയർ ഉണ്ട്. ആ നിൽക്കുന്ന മരം പിയർ മരമാണ്. ആ കാണുന്ന ഈ മരം കണ്ടത് പിയറാണ്. പിയർ കിട്ടും. അതുപോലെ എന്തോ ബെറി കാര്യങ്ങളൊക്കെ ഉണ്ട് അറ്റത്തൊക്കെ. ഞാനങ്ങനെ ഇറങ്ങാറില്ല ഗാർഡനിലേക്ക്. പിന്നെ വല്ലപ്പോഴൊക്കെ ഒന്ന് ഇറങ്ങും വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട്. അപ്പം ബാക്കി ഡീറ്റെയിൽസൊക്കെ നമുക്ക് ഹോം ടൂറിൽ എപ്പോഴേലും ഞാൻ പറയാം. എനിവേ, അപ്പോൾ ഇനി ഇത് കുറച്ചേരം ഓപ്പണായി കിടക്കട്ടെ, അല്ലെങ്കിൽ ക്ലോസ് ചെയ്തിടാം. ക്ലോസ് ചെയ്തിട്ട് ഇപ്പോൾ വെട്ടമുണ്ട്, നന്നായിട്ട് വെട്ടം വരും. പിന്നെ ഞാൻ പോയി ബാക്കി ക്ലീനിങ് പരിപാടിയിലേക്ക് കിടക്കട്ടെ. അത് കഴിഞ്ഞിട്ടാണ് മടുത്ത്. അപ്പോൾ ക്ലീനിങ്ങിൽ എനിക്ക് അടുക്കളയിൽ ഇവിടെ ക്ലീൻ ചെയ്യാനുണ്ട്, ഇവിടെ താഴെ ക്ലീൻ ചെയ്യാനുണ്ട്, അത് ക്ലീൻ ചെയ്യാനുണ്ട്, കുറച്ച് പാത്രങ്ങൾ കിടക്കുന്നുണ്ട്. ആൻഡ് ഇത് ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇപ്പം ഇതെടുത്ത് വെക്കാം. അതാണ് അടുക്കള വരുന്നത്. ആൻഡ് ഇവിടെ അതിലും വലിയൊരു മെസ്സാണ്, കണ്ടോ? കുറച്ച് ദിവസമായി ക്ലീൻ ചെയ്തിട്ട്, കാരണം ഞങ്ങൾ വീട്ടിലുണ്ടായിരുന്നില്ല. അപ്പോൾ അവൻ പിന്നെ പോയി സെമിനാറിന് പോയി. അപ്പോൾ പിന്നെ ഞാൻ ഒറ്റയ്ക്കുള്ളൂ. അപ്പോൾ എനിക്ക് പീരീഡ്സോടെ ആയപ്പോഴത്തേക്ക് എനിക്ക് ക്ലീൻ ചെയ്യാനേ ഒരു മൂഡില്ല. മൂഡ് സ്വിങ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങേയറ്റം മൂഡ് സ്വിങ്സ് ആയിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാനൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി ഞാൻ വേഗം ക്ലീൻ ചെയ്യട്ടെ. അങ്ങനെ അത്യാവശ്യം വൃത്തിയൊക്കെ ആക്കിയിട്ടുണ്ട്. അത് ഞാൻ ലാസ്റ്റ് ചെയ്യുവേ. അപ്പോൾ അത്യാവശ്യം വൃത്തിയൊക്കെ ആക്കി ഞാൻ ഈ വാർഡ്രോബ് അടിപൊളിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കുറച്ച് ഉടുപ്പും എടുത്ത് വെച്ചിട്ടുണ്ട്. ഉടുപ്പും സോക്സ് ആട്ടോ വീട്ടിലേക്ക് വാങ്ങിച്ചത്. അപ്പം കാണാൻ വേണ്ടിയുള്ളൂ. അപ്പോൾ ഇത് പെട്ടിക്കയറ്റുള്ളതാണെങ്കിൽ അതുപോലെ ബോഡി വാഷും സംഭവങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ കൊണ്ടുള്ളതാണ്. അപ്പം ഇനി ഞാൻ പോയി കുളിക്കാൻ പോകണം. അപ്പോൾ കുളിക്കാൻ പോകുന്നതിന് മുന്നേ ഞാൻ കാണിച്ചു തരാം ഞാൻ യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ. കുളിക്കുമ്പോൾ യൂസ് ചെയ്യുന്ന സാധനം ഒക്കെ ഞാനപ്പോൾ ഈ ഒരു സാധനം എടുത്തിട്ട് പോട്ടത് ഞാൻ ഇവിടെ കൊണ്ടുപോയി വെച്ചേക്കായിരുന്നു. ക്ലിപ്പില്ലല്ലേ, ഒരു ക്ലിപ്പ് കൊടുക്കട്ടെ. ക്ലിപ്പ് ആവശ്യം തീയില്ലേ. ക്ലിപ്പ് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മാസ്ക് ഇടും തലയിൽ. അപ്പോൾ അതൊക്കെ കാണിച്ചു തരാം കേട്ടോ. കുളിക്കാൻ ഞാൻ എല്ലാ സാധനങ്ങളും എടുത്തിട്ട് പോട്ടെ, എന്നിട്ട് കാണിക്കാം. ഞാൻ കുളിക്കാൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ചെയ്യുന്ന കാര്യം ഇവിടുത്തെ ഹൈസും ആക്കിയിടും. അതായത് ഹൈസും ഓണാക്കിയിടും. പിന്നെ കർട്ടൻ ക്ലോസ് ചെയ്യും. അപ്പോൾ ഇപ്പം നിലവിൽ ഞാൻ കർട്ടൻ ക്ലോസ് ചെയ്യുന്നില്ല, കാരണം എനിക്ക് കുറച്ച് നിങ്ങളെക്കുറിച്ച് കാര്യങ്ങൾ കാണിച്ചു തരാനുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ക്ലോസ് ചെയ്യും. ഈ വെട്ടം കുറവായിരിക്കും. അപ്പോൾ ഇവിടെയാണ് ഞാൻ കുളിക്കുന്നത്. നമുക്ക് ഇത് ക്ലോസ് ചെയ്യാൻ പറ്റുമല്ലോ, കണ്ടോ? ഇതൊക്കെ കറക്റ്റായിട്ട് ഞാൻ കാണിച്ചു തരാമേ. പിന്നെ ഒരു വീഡിയോയിൽ ഹോം ടൂർ എടുക്കുമ്പോഴല്ലോ. ഇനിയിപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന സാധനം കാണിച്ചു തരാം. കേട്ടോ കിടക്കുന്നത് ഇത് ഞാൻ യൂസ് ചെയ്യുന്ന ഷാമ്പൂ. ഇതാണ് തീരാറായിട്ടോ, പുതിയത് വാങ്ങണം. തീരും 3-4 ദിവസം കൊണ്ട് തീരും. ഇതും പിന്നെ കണ്ടീഷണർ പിന്നെ യൂസ് ചെയ്യാറില്ല, അറിയാലോ, മുക്കാലുണ്ട് ഇനിയും. പിന്നെ ഇത് ഞാൻ യൂസ് ചെയ്യുന്ന ഹെയർ മാസ്ക് ആണ്. ഇത് ഷാമ്പൂ വേറെയാണ് കേട്ടോ. അതെൻ്റെ എല്ലാം ഇതെൻ്റെ സീം കണ്ടീഷണർ, അതും എല്ലാം. പിന്നെ ഇത് മെയിലേക്കുന്ന സാധനം എല്ലാവർക്കും അറിയാം. അതുപോലെ ഇത് ഞാൻ യൂസ് ചെയ്യുന്ന ബോഡി സ്ക്രബാണ്. പിന്നെ ഇത് ഞാൻ യൂസ് ചെയ്യുന്ന ഡൂഷ്കലാണ്. ഇത് ബ്രഷ്, ഇത് സെപ്പറേറ്റ് ബ്രഷാണ് കേട്ടോ. ഇത് കാലിൻ്റെ വിരലില്ലേ, അത് തേക്കാൻ വേണ്ടി എടുത്ത് വെച്ചേക്കുന്ന. പിന്നെ ഇത് ഷേവിങ് ക്രീമാണ്. പിന്നെ ഇതൊക്കെ ഷേവിങ്ങിൻ്റെ ഇതാണ്. ഇത് ഞാൻ കാലിൻ്റെ ഉപ്പൂറ്റിക്ക് വേണ്ടി എടുത്ത് വെച്ചേക്കുന്നതാണ്. പിന്നെ ഇതും ഞാൻ കാലിൻ്റെ ബ്രഷിന് വേണ്ടി യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ ഇത് പുറം തേക്കുന്ന സാധനം,
ഇതും പുറത്തിന് വേണ്ടി യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇവിടെ കുറേ സ്കിൻ കെയർ ഇരിപ്പുണ്ട് ആൻഡ് ഇവിടെയും ഉണ്ട്. ഇതിലൊന്ന് ഇത് ഒരു ബോഡി ലോഷനാണ്, ഒരെണ്ണോട് എടുത്തിട്ട് വരേണ്ടത് എടുക്കണം. പിന്നെ ഇത് നമ്മുടെ മറ്റേ ഡിയോഡ്രൻ്റ് ഇല്ല, അതിൻ്റെ റോളോൺ ആണ്. ഇത് മൂക്കിൻ്റെ മറ്റേ ഇത് സ്പ്രേ ആണ് കേട്ടോ. ഇത് ദി ഓർഡിനറിയുടെ ഗ്ലൈക്കോളിക് ആസിഡാണ്. അതെല്ലാവർക്കും അറിയാമായിരിക്കും എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്നൊക്കെ. ഇതെൻ്റെ മറ്റേ വെള്ളമാണ്, ഇത് കളയാൻ വേണ്ടി വെച്ചേക്കാം ഇവിടെയൊക്കെ. പിന്നെ ഇത് ഫേസ് വാഷ് ഇതാണ്. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ ഈ ഒരു സ്പ്രേ ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ബോഡി ആൻഡ് ഹെയറിൻ്റെ എങ്ങാണ്ടാണ് അല്ലേ, ബോഡി ആൻഡ് ഹെയർ മിസ്റ്റ് എന്ന് കൊടുത്തേക്കുന്നുണ്ടോ. യെസ്, ഈ സാധനങ്ങളാണ് നിലവിൽ ഞാൻ കുളിക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം നല്ല സ്മെല്ലുണ്ടോ. ഞാൻ കുളിച്ചിട്ട് ഇറങ്ങി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും എനിക്ക് എന്നെ ഒരു ദിവസത്തേക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അത്രയും അടിപൊളി സ്മെല്ലാണ്. ഇത്രയും സാധനങ്ങൾ മുടിയിലും മേത്തും ഒക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഭയങ്കര മണമാണ്. അതായത് എന്നെ തന്നെ ഭയങ്കര മണമാണ്. പക്ഷെ ഒരു 1 to 1.5 ഡേയ്സിനുള്ളിൽ അത് പോകും കേട്ടോ. അതായത് ഇന്ന് ഞാൻ ഇപ്പോൾ കുളിച്ചു നോക്കി, ഇന്ന് രാത്രി തന്നെ ഒടുക്കത്തോണമായിരിക്കും. ഞാൻ കിടക്കുന്നിടത്തൊക്കെ ഭയങ്കര മണമായിരിക്കും നാളെ രാവിലെയൊക്കെ. പിന്നെ നാളെ ഒരു വൈകിട്ട് വരെ ചെറിയൊരു സ്മെല്ലുണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ ആ സ്മെല്ലങ്ങ് പോകും. കാരണം എനിക്ക് അറിഞ്ഞൂടാ അതെന്തുകൊണ്ടാണ്. പക്ഷെ ഇടുന്ന ഡ്രസ്സിലൊക്കെ മണം ഉണ്ടാവും കേട്ടോ. പിന്നെ നമ്മൾ കുളിച്ച് പിന്നെ ഇത് യൂസ് ചെയ്താൽ, കുളിച്ചില്ലെങ്കിലും ഇതൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ മണം വരും. ഇത് ഞാൻ പുതിയതാട്ടോ, പുതിയതല്ല, ഇത് ഞാൻ നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന. ഇതിന് ഒടുക്കത്തെ സ്മെല്ലാണ്. മറ്റേ ബോഡി ലോഷനേക്കാളും അടിപൊളി സ്മെല്ലായിരുന്നു ഈ സാധനത്തിന്. പിന്നെ ഇതിനകത്തൊരു ഗ്ലിറ്റർ ഉണ്ട്, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റി വാങ്ങിച്ചതായിരുന്നു. ഇത് ഒരു ഓയിൽ ബേസ് ചെയ്ത് വരുന്നത്. പക്ഷെ ഇതെനിക്ക് വലിയതായിട്ട് ഇഷ്ടമായില്ല, സ്മെല്ലും വലിയതായിട്ടില്ല. അതുപോലെ ഭയങ്കര ഓയിലിയാണ് എനിക്ക്. ഇതാണ് എനിക്ക് ഒടുക്കത്തെ ഇഷ്ടം. ഒത്തിരി നാളെ എനിക്ക് ലോങ് ലാസ്റ്റും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ തുറന്നും പുതിയത് ഈ കഴിഞ്ഞ ദിവസം വാങ്ങിച്ചാണ്. അപ്പോൾ ഞാൻ പോയി കുളിക്കട്ടെ കേട്ടോ, ഇനി പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല. ഇനി കുളിച്ച ശേഷം നമുക്ക് കാണാം. ഓ ഗൈസ്, അപ്പോൾ ഞാൻ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. സുഖമായിട്ട് കുളിച്ചു. ഒരു 45 മിനിറ്റ് ഞാൻ കുളിച്ചു. അപ്പോൾ അങ്ങനെ സമയം അത്യാവശ്യം പോയി. മാലയൊക്കെ ഊരി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എവിടെയെങ്കിലും വെക്കട്ടെ, നാളെ പോകുമ്പോട്ടുണ്ട് വെള്ളം. അപ്പം മുടിയും ഏകദേശം വെള്ളമൊക്കെ കുറച്ച് തോർന്നു. അപ്പം അയ്യോ, എനിക്ക് എന്നെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് കൊതിയാവുന്നു. എനിക്ക് അങ്ങനെ കേട്ടോ, ഞാൻ കുളിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. തോന്നുന്നു എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫീലിംഗ് ഫ്രഷ് ആണല്ലോ ഇപ്പോൾ എനിക്ക് വണ്ണം വെച്ചു കേട്ടോ. കൈയൊക്കെ കണ്ടോ, എനിക്ക് ഇത്ര ഉണ്ടായിരുന്നില്ല. എൻ്റെ പഴയ വീഡിയോയൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഇപ്പോൾ ഒരു ഉരുളിമ വന്നു, ഇത്രയും ഉണ്ടായിരുന്നില്ല നേരത്തെ. അപ്പോൾ കുളിച്ചൊക്കെ കഴിഞ്ഞതുകൊണ്ട് ഞാൻ ഭയങ്കര ഫ്രഷ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ടാണ് എനിക്ക് എന്നെ ഇപ്പോൾ ഭയങ്കര ഇഷ്ടം. നാളെ ആകുമ്പോഴത്തേക്ക് ഇഷ്ടം മാറും കേട്ടോ. വീട്ടിൽ നിന്ന് വിളിക്കണ്ടേ. സോ ഗൈസ്, അങ്ങനെ ഞാൻ ക്യൂടെക്സോടെ ഇട്ട് കഴിഞ്ഞു. ഇടയ്ക്കുള്ളൊരു പ്രാന്താണ് കേട്ടോ, ഇടയ്ക്കിടും ഇടയ്ക്ക് ഇടില്ല. അപ്പോൾ ഇത് എനിക്ക് ഓഫറിന് കിട്ടിയപ്പോൾ ഞാൻ വാങ്ങിച്ച സാധനം. ഞാൻ അല്ലെങ്കിൽ ഇവിടെ ക്യൂടെക്സ് വാങ്ങാറില്ല, ഭയങ്കര പൈസയാണ് നാട്ടിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ഉണങ്ങിയിട്ടുള്ള കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ ഇങ്ങനത്തെ പരിപാടികളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുളിയൊക്കെ കഴിഞ്ഞ് മുടിയൊക്കെ ഏകദേശം ഉണങ്ങി തുടങ്ങി. എനിക്ക് ഈ ഒരു ടൈമിൽ മുടി ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിനി മുടി വളരത്തില്ലെന്ന് എനിക്ക് തോന്നുന്നത്. അത്യാവശ്യം മുടി ഉണ്ടായിരുന്നിട്ട് വെട്ടി കുഞ്ഞാക്കി നിർത്തുമല്ലേ. അപ്പോൾ പിന്നെ അങ്ങനെ നിൽക്കുമെന്നെ പേടി. കാരണം കുറേ നാളായി ഇങ്ങനെ ഇരിക്കുന്നു, ഇതുവരെ വളർന്നിട്ടുള്ളത് ഒരു തുള്ളി പോലും. അയ്യാ, പിന്നെ ഫുഡൊക്കെ ഉണ്ടാക്കാൻ എനിക്ക് മടി. അപ്പം നാളെ നന്ദു വരും, അപ്പോൾ അവനെ കൊണ്ട് ഉണ്ടാക്കിപ്പിക്കാം. എന്നാലും നമുക്ക് ചിക്കൻ എടുപ്പുണ്ട്, അത് ഗ്രില്ലടിക്കാൻ വെക്കാം. എന്നിട്ട് രാത്രി ചിക്കൻ ഗ്രില്ല് കഴിക്കാം. നാളെ പകുതി ചിക്കൻ നന്ദു വരുമ്പം കഴിക്കാം, ബാക്കി ചിക്കൻ ഗ്രില്ലിനെടുക്കാം. അപ്പോൾ ഇനി എനിക്ക് പരീക്ഷ ഉണ്ട് നാളെ. അപ്പോൾ അതിന് പഠിക്കാനിരിക്കണം. അപ്പോൾ സ്റ്റഡി വ്ലോഗ് എക്സ്ട്രാ ആയിട്ട് ഞാൻ എടുക്കുന്നുണ്ടാവും. അപ്പോൾ ഇനി ബാക്കി ഫുഡിൻ്റെ കാര്യങ്ങളും ഒക്കെ നമുക്ക് കാണാം. ഓക്കെ, ബൈ. സോ ഗൈസ്, നല്ല വെട്ടമുണ്ടല്ലേ എവിടെ. സോ ഗൈസ്, അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ ചിക്കൻ ആക്കാൻ വേണ്ടി പോവാണ്. ചിക്കൻ ഗ്രില്ലടിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മസാല പ്രിപ്പറേഷന് വേണ്ടി പോവാണ്. അത് ഞാൻ വീഡിയോ എടുക്കുന്നില്ല, ഫോണിൽ ചാർജില്ല. കുക്കിംഗ് ഒക്കെ അല്ലേ, കുക്കിംഗ് ഒക്കെ വേറെ വീഡിയോയിൽ കാണിക്കാം, പിന്നെ കാണിക്കാം. അപ്പോൾ ഞാൻ ഫോൺ കുത്തിയിട്ടിട്ട് ചിക്കൻ്റെ എല്ലാ മസാല സാമഗ്രികളൊക്കെ പുരട്ടി ഒന്ന് കേട്ടിട്ട് ഗ്രില്ലടിക്കാനായിട്ട്. അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കഴിക്കാൻ ഫുഡായി, പിന്നെ രാത്രി ഇരുന്ന് പഠിക്കാം. അപ്പോൾ അതുകൊണ്ടാണ് അമ്മേ ഒരു മിനിറ്റ് ഇത്രയും കഷ്ടപ്പെട്ട് എടുക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെയിൽ പോളിഷ് ഇപ്പോൾ ഇട്ടാലേ ഉള്ളൂ. അപ്പോൾ എന്തെങ്കിലും പാട് വരില്ലേ, അതുകൊണ്ടായിട്ടല്ലേ ഊരി എടുക്കാൻ വേഗം എടുക്കാറുള്ളൂ. ഞാൻ അപ്പോൾ ഇനി പോയി ചാർജൊക്കെ ചെയ്ത് ചിക്കൻ ആക്കട്ടെ. ബൈ ബൈ. ഞാൻ ജീവിതത്തിൽ കുറച്ച് എൻ്റർടൈൻമെൻ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് എത്ര പരീക്ഷയാണെന്നുണ്ടെങ്കിലും സിനിമ ഒരു വേറെ ഇതാണ്. പഠിക്കും കേട്ടോ, പഠിക്കാണ്ടിരിക്കില്ല പരീക്ഷയാണെന്നും പറഞ്ഞ്. പഠിക്കേണ്ട ടൈമിൽ പഠിക്കും. അതുപോലെ എനിക്ക് എൻ്റർടൈൻമെൻറ്റ് വേണം. പക്ഷേ എൻ്റർടൈൻമെൻറ്റ് വേണം തോന്നുമ്പോൾ അതും വേണം. അപ്പം ഞാനിപ്പോൾ ചിക്കൻ ആക്കാൻ വെച്ച നേരം കൊണ്ട് ഞാൻ സിനിമ കാണും. ചിക്കൻ കഴിച്ചു കഴിയുന്നോടം വരെ എൻ്റെ ഫ്രീ ടൈമാണ്. അത് കഴിഞ്ഞാൽ പഠിക്കാനിരിക്കും.